അപ്പോൾ യാത്രയിലാണ്. ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ മനോഹരമായ യാത്രയാണ്. മനോഹരമായ ആളുകളോട് കൂടെ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ അതെന്റെ ജീവിതത്തിലെ വലിയൊരു നേട്ടം തന്നെയാണ് ഗായ്സ്. അങ്ങനെ ഈ മലയാണ് നമ്മൾ കയറാൻ പോകുന്നത്. പോകുന്ന വഴിക്ക് ബസ്സെല്ലാം നിർത്തിയിട്ടുണ്ട്. നമ്മുടെ ഗൈഡായിട്ട് അപ്പുണ്ണിയേട്ടന്റെ മകനായ രാജൻ പിള്ളയുണ്ട്. രാജൻ നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മുടെ വൈക്കാട്ടി ഇതാ പോകുന്നു. അങ്ങനെ ഞങ്ങളെ യാത്ര വളരെ അപ്പുണ്ണിയേട്ടന്റെ മകൻ രാജുണ്ണി എൻ്റെ വീഡിയോയിൽ പെടാൻ വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് സ്വന്തം കഫേ പൂട്ടിയിട്ടാണ് വന്നത്. ഇത് ആരിഫ്, മമ്പാട്ടിലെ ആരിഫ്. അങ്ങനെ യാത്ര തുടരുകയാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴികൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള വഴികളാണ്. അപ്പുണ്ണിപ്പാറയിലോട്ട് അപ്പുകുട്ടൻ ചൂടാതെ നടന്നപ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. അങ്ങനെ കൊടുമനത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3 കിലോമീറ്റർ താണ്ടിക്കൊണ്ട് അഭിലാഷെല്ലാം വളരെ ക്ഷീണിച്ചു. അവിടെ നടന്നുകൊണ്ട് വരികയാണ് ഗൈസ്. പഴശ്ശിയുടെ കാലത്ത് വളർത്തിയൊരു മരമാണിത്. ഏകദേശം 36 കൊല്ലം പഴക്കമുണ്ട് മരത്തിന്. ഏകദേശം 8ഓളം പേര് മരിച്ചൊരു വെള്ളച്ചാട്ടമാണിത്. മരണ വെള്ളച്ചാട്ടം എന്ന് അറിയപ്പെടും ഇതിനെ. വലിയ വലിയ മൃഗങ്ങളെല്ലാം ഉണ്ട്. കാട്ടാടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിറ്റിൽ 10 ലിറ്ററോളം പാല് തരും. ചോദിക്കാം, കാട്ടിലെ ആടിനോട് ചോദിക്കാം, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ ഈ കാട്ടിലെ ആടാണോ? ഹലോ, പറയൂ. അതെ, പാറകൾക്കിടയിലൂടെയുള്ള ഈ യാത്ര നമ്മളെ മനസ്സിനെ വല്ലാതെ കോരിത്തരിപ്പിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ക്ഷീണിതനായ എൻ്റെ ഒരു കൂട്ടുകാരനെ ഞാൻ കണ്ടത്. വളരെ ക്ഷീണിച്ചതിനാൽ വീണ്ടും യാത്ര തുടരുകയാണ്. അതെ, ഇങ്ങനെ പോയാൽ മതി. ഒരുപാട് ദൂരം താണ്ടി നടന്നതിന് ശേഷം നമ്മൾ നമ്മുടെ അപ്പുണ്ണി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഏകദേശം ഇനിയൊരു 1 കിലോമീറ്റർ കൂടി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പുണ്ണിയുടെ അടുത്തെത്തി. സുന്ദരമായ യാത്രയിൽ, സുന്ദരമായ മുഹൂർത്തങ്ങളിൽ, സുന്ദരമായ കാഴ്ചകൾ അപ്പുണ്ണിയുടെ അടുത്തെത്തി ഞാൻ കാണിച്ചു തരാം. ഒരുപാട് നടന്നു. അങ്ങനെ നമ്മൾ മോഹിച്ച് ആഗ്രഹിച്ച് നമ്മൾ ആ സ്ഥലത്തെത്തി. എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും നടന്നത്. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, അപ്പുണ്ണിയിൽ വരുന്നവർ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കൂടുതൽ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് ഷഞ്ചിയുമായി ഒന്ന് സംസാരിച്ചാൽ നമുക്കറിയാം. ഷഞ്ചി, എന്താണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്? അതെ, ബാക്കിലൂടെ സാഹസികമായി എടുത്ത് അയ്യോ 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 ഭയങ്കര പ്രശ്നമാണെന്നാണ് ഷഞ്ചി പറയുന്നത്. കുട്ടികൾക്കൊന്നും തലച്ചോറില്ലാത്തതിനാൽ അതെ, ഷഞ്ചി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത് തല പൊളിഞ്ഞ കാര്യം. ഇത് അവന്റെ ചന്തി നല്ല വേദന. അതെ, തന്ത വൈബ് ഷഞ്ചി. സുരക്ഷ, അതെ അതെ, ശ്രദ്ധിക്കണം.
അപ്പുണ്ണിയിലെ അപകടകരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മോടൊപ്പമുള്ള വെട്ടാവളിയന്മാര് വെറുതെ നിൽക്കുന്നു. കൊടുംവനത്തിൽ നമ്മൾ അകപ്പെട്ടു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.